എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പോസിറ്റീവ് സൈക്കോളജിയാണ്. പോസിറ്റീവ് സൈക്കോളജിയെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ്. ഒരു ഡെഫിനിഷൻ എന്ന നിലയ്ക്ക് പറയാനാണെങ്കിൽ സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ് പോസിറ്റീവ് സൈക്കോളജി. ഒരു 1/4 നൂറ്റാണ്ട് മുൻപാണ് ഈ ഒരു തീം ലോകത്തിന് മുമ്പിൽ അവതരിക്കപ്പെടുന്നത്. അതിൻ്റെ ഫോക്കസ് വരുന്നത് പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽസിൻ്റെ മെൻ്റൽ വെൽബീയിങ് പ്രൊമോട്ട് ചെയ്യുക. അതായത് ഒരു വ്യക്തിയുടെ മുഴുവനായിട്ടുള്ള ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ജീവിതത്തിൻ്റെ സാറ്റിസ്ഫാക്ഷനും അതിനെല്ലാം എൻഹാൻസ് ചെയ്യുക, വളർത്തുക എന്നുള്ളതാണ്. അതിൽ ആണ് ആദ്യമേ ഒരു ഫോക്കസ് ഉള്ളത്. വീണ്ടും അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക. മനുഷ്യരിലുള്ള ഇൻബോണായിട്ട് കിട്ടിയിരിക്കുന്ന ചില സ്ട്രെങ്ത്തുകളുണ്ട്, അത് തിരിച്ചറിയുകയും അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ റെസീലിയൻസ് ഡെവലപ്പ് ചെയ്യുക. റെസീലിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബൗൺസ് ബാക്ക് എന്നുള്ളതാണ്. അതായത് ഒരു കുട്ടികളിങ്ങനെ ബോളിങ്ങനെ താഴേക്ക് അടിച്ച് കളിക്കുന്ന കണ്ടില്ലേ? അപ്പോൾ എന്താ, ആ ബോൾ താഴേക്ക് തറയിൽ ചെന്ന് അടിച്ചിട്ട് അതിനേക്കാൾ ശക്തിയോടെ ആയിരിക്കും തിരിച്ച് പൊന്തുന്നത്. അതായത് ചില സെറ്റ് ബാക്കുകൾ അല്ലെങ്കിൽ ചില നമ്മൾ തകർന്നു പോകുന്ന അല്ലെങ്കിൽ തളർന്നു പോകുന്ന ഡൗൺ ആകുന്ന ചില സിറ്റുവേഷനിലാണ് ആ ബോൾ താഴേക്ക് ഇരിക്കുന്ന അവസ്ഥ കാണിക്കുന്നത്. അതിൽ നിന്ന് വീണ്ടും നമ്മൾ ശക്തി പ്രാപിച്ച് അതിനേക്കാൾ ഉയരത്തിലേക്ക് ഒരു ഡെവലപ്മെൻറ്റിലേക്ക് കുതിക്കുന്ന ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു സ്കില്ലിനെയാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് ഫോസ്റ്ററിങ് പോസിറ്റീവ് റിലേഷൻഷിപ്സ്. നമുക്കറിയാം മീനിങ് ഫുള്ളായിട്ടുള്ള കണക്ഷൻസ്, ബന്ധങ്ങൾ, ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിൻ്റെയും വളർച്ചയ്ക്കും അതിൻ്റെ ഒരു വെൽബീയിങ്ങിനും. അപ്പോൾ അതേപോലുള്ള നർച്ചറിങ് ആയിട്ടുള്ള, അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ ചേർത്ത് നിർത്തുന്ന ബന്ധങ്ങൾ, അതിനെ വളർത്തുക. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ 3 തീമിലാണെന്ന് പറയാം. നമുക്കൊരു നിമിഷം ഒരു ചിന്തയിലേക്കൊന്ന് പോകാം. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു സ്ട്രെങ്ത്തുകളും വീക്ക്നെസ്സുകളും നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ, ഒരു പേപ്പർ എടുത്തിട്ട് ഒരു സൈഡിൽ സ്ട്രെങ്ത് എഴുതുക, അതർ സൈഡിൽ വീക്ക്നെസ് എഴുതുക. സാധാരണ രീതിയിൽ വീക്ക്നെസ്സിൻ്റെ ലിസ്റ്റ് കൂടുതലും സ്ട്രെങ്തിൻ്റെ ലിസ്റ്റ് കുറവുമായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അങ്ങനെയാണ് കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ചെറുപ്പം മുതൽ. നമ്മുടെ പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എന്താണ്, നമ്മൾക്ക് പലപ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ വരുന്ന ചെറിയ ചെറിയ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അത് മോശമാണെന്നല്ല പറയുന്നത്. അപ്പം നമ്മുടെ ബ്രെയിൻ ആ രീതിയിലാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. തെറ്റുകൾ വരുന്നു, കറക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തുക, കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഡാമേജസിനെ കറക്റ്റ് ചെയ്യുക എന്നതിനാണ് നമ്മുടെ ഒരു ഫോക്കസ് ജെനുവിനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലാത്ത ആൾക്കാരുമുണ്ട്, അതൊരു എക്സെപ്ഷനാണ്, നോർമൽ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ ആ രീതിയിൽ അഡാപ്റ്റായി. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ കഴിവുകേടുകളെക്കുറിച്ചായിരിക്കും. നമ്മൾ വീക്കായിരിക്കുന്ന ഏരിയ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഓക്കെ, ഇത് ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ആദ്യ സമയത്തുണ്ടായിരുന്ന ഗവേഷണങ്ങളൊക്കെ സൈക്കോളജിയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫിസിയോളജിയിലാണെങ്കിലും എപ്പോഴും നമുക്കുണ്ടായിരുന്ന ഡാമേജുകളെ കുറിച്ച് നോക്കിയിട്ട്
അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം. അപ്പം അത് വേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും, അത് മോശമാണെന്നല്ല പറയുന്നത്. റിസർച്ചുകളൊക്കെ തന്നെ ഫോക്കസ് ചെയ്തിരുന്നത് ഈ മെൻ്റൽ ഡിസോർഡേഴ്സ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഓരോ പേര് കൊടുത്ത് ഓരോ രീതിയിൽ ഈ ഡിസോർഡേഴ്സിനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചു. എന്തുകൊണ്ട് ഈ ഡിസോർഡർ വന്നു? അഗെയിൻ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എത്തിച്ചേരുക. ഈ ഒരു കുഴപ്പം പരിഹരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഡാമേജ് പരിഹരിക്കാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് കണ്ടെത്തുക. ഇതിലാണ് റിസർച്ച് എല്ലാം ഫോക്കസ് ചെയ്തിരുന്നത്. അതായത് ഒരു ഹ്യൂമൻ മൈൻഡിൽ എന്താണോ റോങ് ആയിട്ടുള്ളത് അതിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളൊരു ഭാഗത്തേക്ക്, ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കത്തിൽ നമ്മുടെ ചോദ്യം പലപ്പോഴും വാട്ട് മേക്സ് അസ് മെൻ്റലി ഇൽ, അതായിരുന്നു. എന്താണ് നമ്മളെ മാനസികമായിട്ട് ഒരു അസുഖാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ചുള്ള ചിന്തകളും അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളും ആലോചിക്കുന്ന രീതിയിലായിരുന്നു റിസർച്ചുകളും സയൻറ്റിസ്റ്റുകളും ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ മാർട്ടിൻ സെലിഗ്മാൻ, അദ്ദേഹം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു 1998. അപ്പോൾ ആ സമയത്ത് അന്ന് അദ്ദേഹം കൊണ്ടുവന്നൊരു തീമാണ് ഈ പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാട്. അദ്ദേഹം പ്രസിഡൻഷ്യൽ സ്പീച്ചിൽ പറയുന്ന ഒരു കാര്യം, ഒരു സെൻറ്റൻസാണ്, സൈക്കോളജി ഈസ് നോട്ട് ജസ്റ്റ് ദ സ്റ്റഡി ഓഫ് വീക്ക്നെസ് ആൻഡ് ഡാമേജ്, ഇറ്റ് ഈസ് ഓൾസോ ദ സ്റ്റഡി ഓഫ് സ്ട്രെങ്ത് ആൻഡ് വിർച്യു. ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫിക്സിങ് വാട്ട് ഈസ് ബ്രോക്കൺ, ഇറ്റ് ഈസ് നർച്ചറിങ് വാട്ട് ഈസ് ബെസ്റ്റ് വിതിൻ ourselves. വളരെ വ്യക്തമാണ്. വീക്ക്നെസ്സിനെയും ഡാമേജിനെയും കുറിച്ച് പഠിക്കുന്നത് മാത്രമല്ല സൈക്കോളജി എന്നും, അതിൽ സ്ട്രെങ്തിനെക്കുറിച്ചും വിർച്യൂസിനെക്കുറിച്ചും ഉള്ള സ്റ്റഡിയും ഉൾപ്പെടുന്നു. അതേപോലെ തന്നെ ഒരു ചികിത്സ എന്ന് പറയുന്നത് മുറിഞ്ഞുപോയ അല്ലെങ്കിൽ ഡാമേജ് ആയതിനെ ഫിക്സ് ചെയ്യുക എന്നത് മാത്രമല്ല, മറിച്ച് എന്താണോ വ്യക്തികളിലുള്ള നല്ലത്, വാട്ട് ഈസ് ബെസ്റ്റ് ഇൻ നമ്മളിലുള്ള നന്മയെ പരിപോഷിപ്പിക്കുക എന്നുള്ളതും കൂടെയാണ്. സെലിഗ്മാൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ചിന്തയും ഇതായിരുന്നു, വാട്ട് മേക്സ് എസ് മെൻ്റലി വെൽ. ആ ചോദ്യമായിരിക്കണം ഇൻസ്റ്റെഡ് ഓഫ് വാട്ട് മേക്സ് എസ് മെൻ്റലി ഇൽ എന്നുള്ളതിന് പകരം അദ്ദേഹം കണ്ടെത്തിയ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ചോദ്യമാണ്, എന്തായിരിക്കണം നമ്മളെ നമ്മുടെ മെൻ്റൽ വെൽബീയിങ്ങിന് സഹായിക്കുന്നത്. സൈക്കോളജിയുടെ ഫോക്കസ് അതിലേക്കും കൂടെ തിരിയണം എന്നാണ് സെലിഗ്മാനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചത്. നമുക്ക് ഇതിൻ്റെ കീ പ്രിൻസിപ്പിൾസ്, നമ്മുടെ പോസിറ്റീവ് സൈക്കോളജിയുടെ കീ പ്രിൻസിപ്പിൾസ് എന്താണെന്നൊന്ന് നോക്കാം. ഇറ്റ് ഫോക്കസസ് ഓൺ പോസിറ്റീവ്സ്, അതായത് മനുഷ്യരിലുള്ള പോസിറ്റീവിനെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സ്ട്രെങ്തും നമ്മുടെ അസറ്റുകൾ, അതേപോലെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, ഇതിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പോസിറ്റീവ് സൈക്കോളജിയിൽ നൽകുന്നത്. അതേപോലെ തന്നെ എംപവർമെൻറ്റ്, ഒരു ശാക്തീകരണം എവിടെയാണ്? എൻകറേജിങ് ഇൻഡിവിജ്വൽസ് ടു ടേക്ക് ചാർജ് ഓഫ് ദെയർ ഓൺ വെൽബീയിങ്. നമ്മൾ തന്നെ നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുക, അതിന് അവരെ എൻകറേജ് ചെയ്യുക, അതാണ് ശാക്തീകരണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് റെസീലിയൻസ്. നമ്മൾ നേരത്തെ കണ്ട വാക്കാണ് റെസീലിയൻസ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സാഹചര്യങ്ങളുമായിട്ട് സഹകരിച്ചു പോകാനുള്ള കോപ്പിംഗ് സ്കിൽസ്, അതേപോലെ തന്നെ
അഡാപ്റ്റ് ആകുക. നമ്മുടെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുമ്പോൾ അതുമായിട്ട് യോജിച്ച് അതിനെ അംഗീകരിച്ച് അതുമായിട്ട് താതാമ്യപ്പെട്ട് ജീവിക്കാനുള്ള നമ്മുടെ ഒരു കഴിവ്. ഓക്കെ, നമുക്ക് ഗോൾസ് എന്താണെന്ന് നോക്കാം. ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്, ഇതിൽ നിന്ന് നമ്മൾ ലക്ഷ്യം കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സന്തോഷാവസ്ഥ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് നമ്മുടെ ഒരു വ്യക്തിയുടെ ലൈഫ് സാറ്റിസ്ഫാക്ഷനും വെൽബീയിങ്ങും അത് വളർത്തുക എന്നുള്ളത്. വീണ്ടും റെസീലിയൻസ് ബിൽഡ് ചെയ്യുക. പലപ്പോഴായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് റെസീലിയൻസ് എന്നുള്ള വാക്ക്. അഗെയിൻ പേഴ്സണൽ ഗ്രോത്ത് വളർത്തുക. വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ രീതിയിലുമുള്ള ആ വ്യക്തി ഒരു അവൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നല്ല ഒരു പൂർണ്ണതയുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാകുക. അതാണ് പേഴ്സണൽ ഗ്രോത്തിന് സഹായിക്കുക, അതിനെ വളർത്തുക. ഇതാണ് 3 ഗോൾസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പോസിറ്റീവ് സൈക്കോളജിയുടെ. നമുക്ക് ഈ പോസിറ്റീവ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റുന്ന ഒരു കഥയുണ്ട്. അത് അമേരിക്കയിലെ ഈ സൗത്ത് ഈസ്റ്റിലുള്ള ഒരു ചെറോക്കി എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗമുണ്ട്. ഒരു ചെറോക്കി സ്റ്റോറിയായിട്ട് അറിയപ്പെടുന്ന ഒരു ചെറോക്കി സ്റ്റോറിയാണ് ദ സ്റ്റോറി ഓഫ് ദ 2 വൂൾസ്, 2 ചെന്നായ്ക്കളുടെ കഥ. ഇത് അവതരിപ്പിക്കുന്നത് ഒരു ചെറോക്കി ഗ്രാൻഡ് ഫാദർ തൻ്റെ പേരക്കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയായിട്ടാണ്. അതിൻ്റെ ഒരു തീം ഇങ്ങനെയാണ്: 2 ചെന്നായ്ക്കൾ, ഒന്ന് ഒരു എപ്പോഴും ദേഷ്യപ്പെടുന്ന, എല്ലാവരോടും വെറുപ്പ് കാണിക്കുന്ന, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത, ഒരു നിരാശയുള്ള, ഒന്നിലും പ്രതീക്ഷയില്ലാത്ത, ഒരു സഹാനുഭൂതിയില്ലാത്ത ഒരു ചെന്നായ. മറ്റൊരുവൻ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ക്വാളിറ്റീസാണ്. അവൻ എല്ലാവരോടും ശാന്തതയോടും സഹാനുഭൂതിയോടും പെരുമാറുന്ന ഒരു സൗമ്യനായ ചെന്നായ. ഒരിക്കൽ ഈ 2 ചെന്നായ്കൾ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കാനിടയായി. നമ്മൾ ആദ്യം കണ്ടവനാണ് ഫൈറ്റിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. ശാന്തനായവൻ അവൻ്റെ മുൻപിൽ തോറ്റുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിലും, തോറ്റുകൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തനായിട്ട് നിൽക്കാനായിട്ട് അവൻ സമാധാനിപ്പിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും മറ്റവൻ അതിന് സമ്മതിക്കുന്നില്ല. അവൻ ഒരു ഫൈറ്റിന് തന്നെ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഫൈറ്റ് നടക്കുന്നതിനെക്കുറിച്ച് ഈ മുത്തച്ഛൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടി സ്വാഭാവികമായിട്ടുള്ള കൗതുകത്തോടെ ചോദിച്ചു, ഈ ഫൈറ്റിൽ ആരാണ് ജയിച്ചത്? ഫൈനൽ ആരാണ് ജയിച്ചത്? മുത്തച്ഛൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, ദ വൺ ഐ ഫീഡ്. ആരെയാണോ ഞാൻ ഭക്ഷണം കൊടുത്തിരുന്നത്, ആരെയാണോ ഞാൻ കെയർ ചെയ്യുന്നത്, അവനാണ് ജയിച്ചത്. കുട്ടി കാര്യം മനസ്സിലാകാതെ മുത്തച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഞാൻ പറഞ്ഞ ഈ ചെന്നായ കാട്ടിലല്ല ഉള്ളത്, എൻ്റെ മനസ്സിലെ 2 ഭാവങ്ങളാണ്, എൻ്റെ വ്യക്തിത്വത്തിലെ 2 ഭാവങ്ങളാണ് ഈ ചെന്നായയുടെ സ്വഭാവം, 2 ചെന്നായ്ക്കളുടെയും സ്വഭാവം. അതിൽ ഞാൻ ഏതൊരു ഭാഗത്തെയാണോ കൂടുതലായിട്ട് പരിപോഷിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും കരുതുകയും ചെയ്യുന്നത്, അവനായിരിക്കും എപ്പോഴും മറ്റേ ഭാഗത്തിനേക്കാളും സ്ട്രോങ്. അവനായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു മുൻതൂക്കം ഉണ്ടാകുക. അത് പറഞ്ഞ് മുത്തച്ഛൻ കഥ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്, ഏത് കാര്യമാണെങ്കിലും നമ്മൾ സംരക്ഷിക്കുകയും നോക്കുകയും ഫുഡ് കൊടുക്കുകയും ചെയ്താൽ മാത്രമേ
നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും വളരുകയുള്ളൂ. അതിന് മാത്രമേ ശക്തി ഉണ്ടാവുകയുള്ളൂ. അതായിരിക്കും നമ്മളുടെ വ്യക്തിത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. പോസിറ്റീവ് സൈക്കോളജി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇതാണ്. വെൽബീയിങ്ങിലേക്ക്, നമ്മളുടെ സന്തോഷത്തിൽ എന്തൊക്കെ കാരണമാകുന്നു അതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കുക, അതിനെ നമ്മൾ പരിപോഷിപ്പിക്കുക. ഈ വെൽബീയിങ് എന്ന് പറയുമ്പോൾ, നമ്മളുടെ സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്വാർത്ഥത എന്നുള്ള കാഴ്ചപ്പാട് വരുന്നില്ല. നമ്മൾ മറ്റ് കമ്പോണൻസിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മൾ സംതൃപ്തരാക്കുന്നതെന്നുള്ളത്. നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ ഒരു ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ അത് ഈ രീതിയിൽ നമുക്ക് അതിനെ ഒന്ന് ചുരുക്കാം. നമ്മുടെ ചിന്തകളുമായിട്ട്, നമ്മുടെ വികാരങ്ങളുമായിട്ട് നമ്മളതിനെ തിരിച്ചറിയുകയും, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ ഉള്ളിലുള്ള നല്ല വോൾഫിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക. അതേപോലെ പോസിറ്റിവിറ്റി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. മനഃപൂർവ്വമായിട്ട് പോസിറ്റീവ് തോട്ട്സും ഇമോഷൻസും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സെൽഫ് അവെയർനെസ്, നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ള ഒരു നമ്മുടെ അവെയർനെസ്സിലേക്ക് അത് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്, അത് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അവിടെയും എന്താണ് നമ്മുടെ മോട്ടിവേഷൻ, അതിൽ കൂടെ നമ്മളൊരു കോൺഷ്യസ് ആയിട്ടൊരു ബോധപൂർവമായിട്ടുള്ള ചില ചോയ്സുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു 3 കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ, ഒരു വലിയ ഒരു തീമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാനായിട്ടാണ് ഞാൻ ഈ ഒരു ഡിസ്കഷനിലൂടെ ശ്രമിച്ചത്. താങ്ക് യു.